ഇന്ന് ഞാനിവിടെ നല്ലൊരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. പരാട്ടയുടെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇപ്പം ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇങ്ങനെ തയ്യാറാക്കി നോക്കുക. എപ്പോഴും നമ്മൾ ചിക്കൻ വെക്കുമ്പോൾ ഒരേ രീതിയിൽ തയ്യാറാക്കാതെ വേറെ വേറെ രീതിയിൽ തയ്യാറാക്കിയാൽ നമുക്ക് കൂടുതലായിട്ട് ചിക്കൻ ഇഷ്ടപ്പെടും. അപ്പം എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഞാനിവിടെ ചിക്കനകത്തെ മുളകും മഞ്ഞളും കുരുമുളകും ഉപ്പുമൊക്കെ ചേർത്തൊന്ന് പുരട്ടി വെച്ചതിന് ശേഷം ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് ഇത് ഞാനൊന്ന് വറുത്തെടുക്കുന്നത്. മുളക്, ഉപ്പ്, മഞ്ഞൾ, കുരുമുളക് ഇത്രയും മാത്രം. ഇനി ഇതൊന്ന് നല്ലവണ്ണം നമുക്ക് വറുത്തെടുക്കണം. വഴറ്റിയല്ല എടുക്കുന്നത്, വറുത്തെടുക്കണം. അപ്പോൾ അതൊരു സൈഡിലേക്ക് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു, കടുകിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഈ രീതിയിൽ കനം കുറച്ച് സവാള ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഏത് ഷേപ്പ് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. അപ്പം ഈ സവാള ഉള്ളി ഒന്ന് നല്ലവണ്ണം വഴന്നു വരുന്നവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഞാനിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും പച്ചമുളകും കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ലാത്തവർക്ക് അത് തീർച്ചയായിട്ടും ഒഴിവാക്കാം. പക്ഷേ തേങ്ങാക്കൊത്ത് ചേർക്കുമ്പം നല്ല കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത്. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ആദ്യം ചിക്കനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ അതിനനുസരിച്ച് മാത്രമേ ചേർക്കാം, കൂടുതലായിട്ട് ചേർക്കരുത്. കുറച്ച് മാത്രം ചേർത്ത് ഇതൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അതും പറയുക. അപ്പം ഇതൊക്കെ ഒന്ന് ഞാൻ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അതുകൂടി ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം വഴന്ന് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പൊടികൾ ചേർക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു, മുളക് പൊടി എരിവുള്ളത് ചേർത്ത് കൊടുത്തു, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല, എരിവില്ലാത്ത കാശ്മീരി മുളകിൻ്റെ പൊടി അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളർ കിട്ടുമല്ലോ, അതിന് വേണ്ടിയാണ് അത് ചേർത്തത്. അതില്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പം ഈ മുളകും ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒന്ന് നല്ലവണ്ണം നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളിക്ക അരച്ചതാണ് ചേർക്കുന്നത്. ഒരു തക്കാളിക്ക ഞാനിവിടെ അരച്ചെടുത്തു, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതുകൂടി ഒന്ന് ചേർത്ത് തക്കാളിക്കയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നവരെ അതൊന്ന് നല്ലവണ്ണം നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ ഒരു സൈഡിൽ വേവുന്നുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് എണ്ണ തെളിയുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ എടുത്താലും മതി. പക്ഷേ ഞാനിവിടെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ചപ്പാത്തിയൊക്കെ കഴിക്കാനൊരു ശകലം ചാറ് വേണം. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം വെള്ളം ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ഇല്ല, കുറച്ച് മാത്രം. ഇനി മസാലയൊക്കെ ഒന്ന് നല്ലവണ്ണം ഫ്രൈ ആക്കി എടുക്കണം. ഹിന്ദിക്കാർ ഇത് കുറേ സമയം ഇങ്ങനെ എണ്ണയിൽ ഇതൊരു ഫ്രൈ ചെയ്തെടുക്കും. അങ്ങനെ ഞാൻ മസാലയെല്ലാം ഒന്ന് നല്ലവണ്ണം വറുത്തെടുത്തു. നല്ലവണ്ണം അതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നവരെ അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച ചിക്കന് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി. ഇനി ഞാനിതിലേക്ക് ഇച്ചിരി ചൂടുവെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇത് തീരെ കുറവായിപ്പോയി, അതുകൊണ്ട് ചാറ് വേണ്ടത് കൊണ്ട് ഇച്ചിരി
ചൂടുവെള്ളം, ഇനിയിപ്പം ചൂടുവെള്ളം പച്ചവെള്ളം ചേർക്കുന്നത് ടേസ്റ്റ് വ്യത്യാസം വരുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്കിഷ്ടമല്ല അങ്ങനെ പച്ചവെള്ളം ചേർക്കുന്നത്. അതുകൊണ്ട് ഞാനിതിലേക്ക് ആ ചീനച്ചട്ടി തന്നെ വെള്ളം കുറച്ച് ചൂടാകാൻ വെച്ചിട്ടുണ്ട്, തിളയ്ക്കാൻ വെച്ചു. ആ വെള്ളമാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അടച്ച് വെച്ച് വേവിച്ചാൽ മതി. ഇവിടെ ഞാനൊരു ശകലം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അവരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ആ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത്രയും വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നല്ലവണ്ണം വേവിച്ചെടുത്താൽ മാത്രം മതി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ തയ്യാറാക്കുക. ചിക്കൻ വറുത്തതിന് ശേഷം, നമ്മൾ മലയാളികൾ കൂടുതലും എനിക്ക് തോന്നുന്നു ചിക്കൻ വറുക്കാതെയാണ് ചേർക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, അറിയില്ല. ഞാനും അങ്ങനെ കറി വെക്കാറുണ്ട്. പക്ഷേ ഇന്നൊരു വെറൈറ്റി രീതിയിലാണ് കറി വെച്ചത്. ഇതാണ് കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങളും ഇങ്ങനെ തന്നെ കറി വെക്കുക. ചിക്കൻ നല്ലതുവണ്ണം വറുത്തതിന് ശേഷം കറി വെക്കുക. അങ്ങനെ ചിക്കൻ കറിയൊക്കെ ഒന്ന് നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ച് നേരം നല്ലവണ്ണം വേവിച്ചെടുക്കുക ചിക്കനൊക്കെ. തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് ചിക്കൻ കറിക്ക്. ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി കുറച്ചുകൂടി ചേർക്കുന്നു. ആദ്യം ചേർത്തതാണ്, പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. ഇത് തീ ഓഫ് ആക്കിയതിന് ശേഷമാണ് ഞാനിത് കുരുമുളക് പൊടി മല്ലിയിലയും കൂടി ചേർത്ത്. അപ്പം ചപ്പാത്തിയുടെ പൊറോട്ടയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ അങ്ങനെ ചിക്കൻ കറി റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങളും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും അറിയിക്കുക. അപ്പം ഇതുപോലെ ചെറിയ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.